നമസ്കാരം. 2023 കറണ്ട് അഫയേഴ്സ് സീരീസിലെ 32ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2023 ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതെല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉത്സാഹത്തോടു കൂടി പഠിച്ച് മുമ്പോട്ട് പോവുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 2023 ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ രാജ്യത്തിന് ഒരു ദേശീയ വൃക്ഷമുണ്ട്, പുഷ്പമുണ്ട്, അല്ലെ, പക്ഷിയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും ഒക്കെ ഉള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതുപോലെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ജില്ലയ്ക്കും സ്വന്തമായിട്ട് ഔദ്യോഗികമായിട്ട് പുഷ്പവും പക്ഷിയും ഒക്കെ ഉള്ള ജില്ല എന്ന ബഹുമതി ലഭിച്ചു. ഏത് ജില്ലയ്ക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് വൃക്ഷം, പക്ഷി, പുഷ്പം, ജന്തു ഒക്കെയുള്ള ജില്ല എന്ന ബഹുമതി ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു ജില്ലയ്ക്കാണ്, നമ്മുടെ സ്വന്തം കാസർഗോഡിനാണ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് സ്വന്തമായിട്ട് വൃക്ഷം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് വൃക്ഷം, പുഷ്പം, പക്ഷി, ജന്തു ഒക്കെയുള്ള ജില്ല എന്ന ബഹുമതി നേടിയ ജില്ല എന്ന് ചോദിച്ചാൽ ഏത് ജില്ലയാണ്? കാസർഗോഡ് ജില്ലയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ്, 2023 ലോക കോഫി സമ്മേളനത്തിന് വേദിയായത് കർണാടകയിലെ ബാംഗ്ലൂരാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അല്ലെ? 2023 ലോക കോഫി സമ്മേളനത്തിന് വേദിയായത് കർണാടകയിലെ ബാംഗ്ലൂരാണ്. നമ്മളല്ലാതെ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഏത്? കർണാടക. അപ്പോൾ കർണാടകയിലെ ബാംഗ്ലൂർ വെച്ചിട്ടാണ് 2023 ലോക കോഫി സമ്മേളനം നടന്നത്. ആ കോഫി സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കാപ്പി ഇനം അംഗീകാരം നേടി. അപ്പോൾ 2023 ബാംഗ്ലൂർ വെച്ച് നടന്ന ലോക കോഫി സമ്മേളനത്തിൽ അംഗീകാരം നേടിയ കേരളത്തിൽ നിന്നുള്ള കാപ്പി ഇനം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് അട്ടപ്പാടി കാപ്പിയാണ്. അപ്പോൾ അട്ടപ്പാടി കാപ്പി അതൊരു കാപ്പി ഇനമാണ്, അല്ലെ? ശരി. അതുപോലെ തന്നെ എന്താണ് വയനാടൻ തീക്കറുപ്പൻ എന്ന് ചോദിച്ചാലോ? എന്താണ് വയനാടൻ തീക്കറുപ്പൻ? 2023 ഒക്ടോബറിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. വയനാടൻ തീക്കറുപ്പൻ അത് പട്ടിയാണോ പൂച്ചയാണോ എന്തിനമാണെന്ന് ചോദിച്ചാലോ? വയനാടൻ തീക്കറുപ്പൻ എന്ന് പറയുന്നത് ഒരു തുമ്പി ഇനമാണ്. വയനാടൻ തീക്കറുപ്പൻ എന്താണ്? ഒരു തുമ്പി ഇനമാണ്. എന്താണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി, റെലവൻസ് എന്ന് ചോദിച്ചാൽ 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ട മേഖലയിൽ കണ്ടെത്തിയ പുതിയ ഇനത്തിലുള്ള തുമ്പിയാണ് ഏത്? വയനാടൻ തീക്കറുപ്പൻ. അത് വയനാട് ഭാഗത്താണ് ഈ തുമ്പി ഇനത്തെ കണ്ടെത്തിയത്. അതുകൊണ്ട് വയനാടൻ തീക്കറുപ്പൻ. അപ്പോൾ വയനാടൻ തീക്കറുപ്പൻ എന്ന് പറയുന്നത് ഒരു തുമ്പി ഇനമാണ്. 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ട മേഖലയിൽ വയനാട് ഭാഗത്ത് കണ്ടെത്തിയ തുമ്പി ഇനമാണ് ഏത്? വയനാടൻ തീക്കറുപ്പൻ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ നല്ല മറ്റൊരു ചോദ്യമാണ്, 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസ്. 16ാമത് ശാസ്ത്ര കോൺഗ്രസ് എന്നല്ല, 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസ്. അതെ, അത് സംഘടിപ്പിക്കപ്പെട്ടു. എവിടെ വെച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ വെച്ചിട്ടാണ്, കൊച്ചിയിൽ വെച്ചിട്ടാണ്. 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെട്ടത് എവിടെയാണ്, ഏത് നഗരത്തിലാണ് എന്ന് ചോദിച്ചാൽ അത്
കൊച്ചിയിലാണ് എന്ന് പറയണം. നാഷണൽ അക്കാഡമി ഓഫ് അഗ്രികൾച്ചർ സയൻസസ് ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നാഷണൽ അക്കാഡമി ഓഫ് അഗ്രികൾച്ചർ സയൻസസ് 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിച്ചത് എവിടെ വെച്ചാണ്, ഏത് നഗരത്തിൽ വെച്ചാണ് എന്ന് ചോദിച്ചാൽ അത് കൊച്ചി നഗരത്തിൽ വച്ചിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന 2023 ഒക്ടോബർ മാസത്തിന്റെ കാര്യത്തിൽ ചോദിക്കാൻ കൊള്ളാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2018 നാരീശക്തി പുരസ്കാര ജേതാവായിട്ടുള്ള മലയാളി 2023 ഒക്ടോബറിൽ മരണപ്പെട്ടു. ആര് എന്ന് ചോദിച്ചാൽ നല്ലൊരു ചോദ്യമായിരിക്കും. കാർത്യായനി അമ്മ. കാർത്യായനി അമ്മ അല്ലെ, കോമൺവെൽത്ത് ലേണിംഗിന്റെ ഒക്കെ അംബാസിഡർ ആയിരുന്ന ഒരു വനിത കൂടിയാണ് കാർത്യായനി അമ്മ. അപ്പോൾ 2018 നാരീശക്തി പുരസ്കാര ജേതാവായിട്ടുള്ള മലയാളി വനിത 2023 ഒക്ടോബറിൽ മരണപ്പെട്ടു. ആരാണെന്ന് ചോദിച്ചാൽ കാർത്യായനി അമ്മയാണ്. നിങ്ങൾക്ക് കാർത്യായനി അമ്മയെ കുറിച്ച് അറിയാം. സാക്ഷരതാ മിഷൻ നടത്തിയ പരീക്ഷ അല്ലെ, അക്ഷരലക്ഷം പരീക്ഷ. ആ അക്ഷരലക്ഷം പരീക്ഷയിൽ 96 വയസ്സുള്ളപ്പോൾ ഈ സ്ത്രീ 98% മാർക്ക് നേടി 1ാം റാങ്ക് നേടി. ആ വാർത്തയും ചിത്രങ്ങളും ഒക്കെ പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ സ്ത്രീയാണ് 2023 ഒക്ടോബറിൽ മരണപ്പെട്ടത്. മരണപ്പെടുമ്പോൾ അവർക്ക് 101 വയസ്സായിരുന്നു. അപ്പോൾ സാക്ഷരതാ മിഷൻ സംഘടിപ്പിച്ച അക്ഷരലക്ഷം പരീക്ഷയിൽ 96ാമത്തെ വയസ്സിൽ 98% മാർക്ക് നേടി 1ാം റാങ്കോടുകൂടി പരീക്ഷ വിജയിച്ച വനിതയാണ് 2023 ഒക്ടോബറിൽ മരണപ്പെട്ടത്. അവർക്ക് 2018 നാരീശക്തി പുരസ്കാരം, കേന്ദ്ര സർക്കാർ നൽകുന്ന നാരീശക്തി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നളന്തയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി അല്ലെ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപ്രസിദ്ധീകരണമാണ് തളിര് എന്ന് പഠിച്ചതുപോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപ്രസിദ്ധീകരണമാണ് ഏത്, വിജ്ഞാന കൈരളി. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ ആരാണ്? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ ആരെന്നറിയാമോ? NV കൃഷ്ണവാര്യരാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ ആരാണ്? NV കൃഷ്ണവാര്യർ. എന്തിനാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചാൽ 2023 ഒക്ടോബറിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മന്ദിരത്തിന് ഒരാളുടെ പേര് നൽകുകയുണ്ടായി. 2023 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മന്ദിരത്തിന് ഒരാളുടെ പേര് നൽകി. ആരുടെ പേരാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ NV കൃഷ്ണവാര്യരുടെ പേരാണ് നൽകിയത്. അപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മന്ദിരത്തിന് ഇപ്പോൾ പേര് കൊടുത്തിരിക്കുന്നത് NV കൃഷ്ണവാര്യർ സ്മാരകം എന്നാണ്. അല്ലെങ്കിൽ NV കൃഷ്ണവാര്യരുടെ പേരിലാണ് ആ മന്ദിരം ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിപ്പോൾ NV കൃഷ്ണവാര്യർ സ്മാരകം എന്ന് അറിയപ്പെടുന്നു. അത് ഏതിൻ്റെ ഈ പറഞ്ഞ മന്ദിരമാണ്? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മന്ദിരമാണ്. അപ്പോൾ NV കൃഷ്ണവാര്യരെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടറാണ്. അറിയപ്പെടുന്ന പണ്ഡിതനാണ്, സാഹിത്യകാരനാണ്. ആര്? NV കൃഷ്ണവാര്യർ. ഗാന്ധിയും ഗോഡ്സെയും എന്ന് പറയുന്ന കവിത വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് ഗാന്ധിയും ഗോഡ്സെയും. ആ കവിത രചിച്ചത് ആരെന്ന് ചോദിച്ചാലും NV കൃഷ്ണവാര്യരാണ് അല്ലെ. അരി വാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിൽ നീങ്ങുന്നു ഗോഡ്സെയും. ആ പറഞ്ഞ കവിതയിലെ വരികളാണ്. അരി വാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിൽ നീങ്ങുന്നു ഗോഡ്സെയും എന്ന കവിത. എന്ന് പറയുമ്പോൾ അത് ഏത് കവിതയിലെ വരികളാണ്? ഗാന്ധിയും ഗോഡ്സെയും എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. അപ്പൊ അത് എഴുതിയതാരെന്നറിയാമോ? കവിത എഴുതിയതാരാണ്? NV കൃഷ്ണവാര്യരാണ് എന്ന് ഓർക്കുക. ഇത് പറയുമ്പോൾ വേറൊരു കവിത കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ആരമ്മേ ഗാന്ധി, ആരമ്മേ ഗാന്ധി അല്ലെ. നമുക്ക് കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി പഠിക്കാനുള്ളതാണ്. അപ്പൊ അത് ഓർത്തു വെക്കണം. ആരമ്മേ ഗാന്ധി എന്ന കവിത രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ആരമ്മേ ഗാന്ധി എന്ന് ചോദിച്ചാൽ ആ കവിത രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അടികൊണ്ടാൽ ചിരിക്കുന്നോൻ കുടിൽ കൊട്ടാരമാക്കിയോൻ മകനെ ഗാന്ധി അപ്പുപ്പൻ അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന വരികൾ ആരുടേതാണ്? ഈ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ കവിതയിലുള്ള വരികളാണ്. ആ കവിതയാണ്
ആരമ്മേ ഗാന്ധി എന്ന് പറയുന്ന കവിത. അപ്പൊ അത് ഓർത്തോണം. അപ്പൊ NV കൃഷ്ണവാര്യർ സ്മാരകം ഏത് കെട്ടിടമാണ്? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മന്ദിരമാണ്. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജലകന്യക ശില്പം, ലോകത്തിലെ ഏറ്റവും വലിയ ജലകന്യക ശില്പം എന്ന ബഹുമതി ഏത് ശില്പത്തിനാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്തുള്ള ഒരു ശില്പത്തിനാണ്. തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്തുള്ള ഒരു ശില്പത്തിനാണ്. ഏതാണ് ആ ശില്പം? സാഗര കന്യക എന്നറിയപ്പെടുന്ന ശില്പം. നിങ്ങൾ തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ പെടുന്ന ഒരു ശില്പമാണ് സാഗര കന്യക എന്ന് പറയുന്ന ശില്പം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജലകന്യക ശില്പം എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്താണ്. ഈ ശില്പത്തിന്റെ ശില്പി ആരെന്ന് നിങ്ങൾക്ക് അറിയാം? കാനായി കുഞ്ഞിരാമനാണ്. ആരാണ്? കാനായി കുഞ്ഞിരാമനാണ് അല്ലെ. മലമ്പുഴയിലെ യക്ഷി എന്ന് പറയുന്ന ഒരു ശില്പമുണ്ട്. അതിന്റെ ശില്പിയും ആര് തന്നെയാണ്? കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഇപ്പോ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഏത്? വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ അതൊരു ചൈനീസ് കപ്പലാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഒരു ചൈനീസ് കപ്പലാണ്. ഏതാണ് ആ കപ്പലിന്റെ പേര്? ഷെൻഹുവ 15. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഷെൻഹുവ എന്നുള്ള പേര് ഉണ്ടായിരിക്കും, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ 15 എന്ന് പറയുന്ന നമ്പർ മനസ്സിലുണ്ടാകാൻ സാധ്യത കുറവാണ്. ചോയ്സിനകത്ത് ഷെൻഹുവ 15 എന്ന് തരും, ഷെൻഹുവ 25 എന്ന് തരും, ഷെൻഹുവ 29 തരും. ഈ പറഞ്ഞ കപ്പലുകളെല്ലാം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ആദ്യം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ ഷെൻഹുവ 25, 29 ഒന്നും അല്ല, ഷെൻഹുവ 15 ആണ് എന്ന് ഓർത്തു വയ്ക്കണം. ഇനി അതിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഈ വിഴിഞ്ഞം തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് മേജർ പോർട്ടുകളിൽ വരുന്നതല്ല എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിൽ 13 മേജർ പോർട്ടുകളാണ് നിലവിലുള്ളത്. ആ മേജർ പോർട്ടിൽ വരുന്നതല്ല, അങ്ങനെയുള്ള തുറമുഖങ്ങളിൽ വരുന്നതല്ല ഏത്? വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള മേജർ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിശാഖപട്ടണം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള മേജർ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ വിശാഖപട്ടണം അല്ലെ. ലാൻഡ് ലോക്ക്ഡ് തുറമുഖം, ഇന്ത്യയിലെ ലാൻഡ് ലോക്ക്ഡ് തുറമുഖം ഏതെന്ന് ചോദിച്ചാലും വിശാഖപട്ടണമാണ്. അപ്പൊ അത് ആഴമുള്ള തുറമുഖം എന്നുള്ള രീതിയിലാണ്. ഇതല്ല, ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം തുറമുഖമാണ് എന്ന് പറയണം. അപ്പൊ അവിടെ എത്തിയ ആദ്യത്തെ അന്താരാഷ്ട്ര കപ്പൽ, ചരക്ക് കപ്പൽ ഏതാണ്? ഷെൻഹുവ 15 ആണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഹാൾ മാർക്കിംഗ്. എന്താണ് ഹാൾ മാർക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സ്വർണ്ണാഭരണങ്ങളുടെ ഗുണനിലവാരം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഹാൾ മാർക്കിംഗ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. സ്വർണ്ണാഭരണങ്ങളുടെ ഗുണനിലവാരം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഹാൾ മാർക്കിംഗ് എന്നറിയാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് സംസ്ഥാനത്താണ് എല്ലാ ജില്ലകളിലും, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് സംസ്ഥാനത്താണ് എല്ലാ ജില്ലകളിലും ഹാൾ മാർക്കിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടായത് എന്ന് ചോദിച്ചാലോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് സംസ്ഥാനത്താണ് എല്ലാ ജില്ലയിലും ഹാൾ മാർക്കിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. അപ്പോൾ ഹാൾ മാർക്കിങ്ങിനുള്ള കേന്ദ്രങ്ങൾ എല്ലാ ജില്ലയിലുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം, ഏക സംസ്ഥാനം എന്നുള്ള ബഹുമതി ആർക്കാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചു കേരളത്തിനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ് എല്ലാ ജില്ലകളിലും ഹാൾ മാർക്കിംഗ് കേന്ദ്രങ്ങളുള്ളത്, അങ്ങനെ ഒരു ബഹുമതി ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിനാണ്. കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കേരള സർക്കാർ 2023 ഒക്ടോബർ മാസത്തിൽ പുതിയൊരു സംരംഭത്തിലോട്ട് വന്നു. എന്താണ് സംരംഭം? പഴവർഗ്ഗങ്ങളിൽ നിന്ന് വൈൻ ഉണ്ടാക്കുക. പഴവർഗ്ഗങ്ങളിൽ നിന്ന് വൈന് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ത് ചെയ്തു? മുമ്പോട്ട് വെച്ചു. പഴവർഗ്ഗങ്ങളിൽ നിന്ന് വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ബ്രാൻഡ് വികസിപ്പിച്ചെടുത്തു. ആ ബ്രാൻഡിന്റെ പേരാണ് എന്ത്? നിള. അപ്പോൾ എന്താണ് നിള എന്ന് ചോദിച്ചാൽ ഒരു കേരള സർക്കാർ സംരംഭമാണ് ഏത്?
നിള. എന്താണ് ആ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈൻ. ആ വൈനിന് കൊടുത്തിരിക്കുന്ന ബ്രാൻഡ് നെയിമാണ് ഏത്? നിള. അല്ലെ? നിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ വേറൊരു പേരുമാണ്. ഇവിടെ ഇപ്പൊ അതല്ല, കേരള സർക്കാരിന്റെ ഒരു സംരംഭമാണ് നിള. കേരള സർക്കാരിന്റെ പുതിയ വൈൻ ബ്രാൻഡാണ് ഏത്? നിള എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഹാൾമാർക്കിങ് നിള. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഒരു സമര നൂറ്റാണ്ട് 2023 ഒക്ടോബറിൽ പ്രകാശനം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. ഇതൊരു ജീവചരിത്രമാണ്. ഇതൊരു ജീവചരിത്ര ഗ്രന്ഥമാണ്. ഒരു സമര നൂറ്റാണ്ട് എന്ന ജീവചരിത്ര ഗ്രന്ഥം ആരെക്കുറിച്ചുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഒരു മുൻ കേരള മുഖ്യമന്ത്രിയെ കുറിച്ചുള്ളതാണ്. ഒരു സമര നൂറ്റാണ്ട് എന്ന് പറയുന്നത് ആരെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ് എന്ന് ചോദിച്ചാൽ കേരള മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ് ഒരു സമര നൂറ്റാണ്ട്. 2023 അദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ 100ാം ജന്മദിനം ആഘോഷിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. ആ പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു മാർക്ക് നഷ്ടപ്പെടും. KV സുധാകരൻ ഓർത്തു വെക്കണം. അപ്പൊ ഒരു സമര നൂറ്റാണ്ട് ഏത് കേരള മുൻ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമാണെന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ്. അത് രചിച്ചതാരാണ്? KV സുധാകരൻ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. എന്താണ് ഉജ്ജീവനം പദ്ധതി? എന്താണ് ഉജ്ജീവനം പദ്ധതി? അപ്പൊ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഉജ്ജീവനം എന്ന് പറയുന്ന പദ്ധതി മുമ്പോട്ട് വച്ചത് കുടുംബശ്രീയാണ്. കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് ഉജ്ജീവനം. ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിലെ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ സംരക്ഷണത്തിനായിട്ട് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉജ്ജീവനം. അപ്പൊ ഉജ്ജീവനം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ആരുടെ കാര്യമാണ്? ദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ സംരക്ഷണമാണ്. അത് ആരാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്? കുടുംബശ്രീയാണ്. അപ്പൊ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ സംരക്ഷണത്തിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉജ്ജീവനമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. എന്താണ് ഈ സാക്ഷി? എന്താണ് ഈ സാക്ഷി? അപ്പൊ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സാക്ഷി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു വെബ് പോർട്ടലാണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു വെബ് പോർട്ടലാണ് ഏത്? ഈ സാക്ഷി. അല്ലെ? അപ്പൊ ആദ്യം അത് മനസ്സിലാക്കുക. എന്താണ് ഈ സാക്ഷി എന്ന് ചോദിച്ചാൽ ഒരു വെബ് പോർട്ടലാണ്. അപ്പൊ ഈ വെബ് പോർട്ടൽ എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MP-മാരുടെ പ്രാദേശിക ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും പലയിടത്തും ബോർഡ് കാണാം, ഇന്ന MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത് എന്നൊക്കെ കാണാം. അല്ലെ? അങ്ങനെ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ടിന്റെ വിനിയോഗത്തിനായിട്ട്, കാര്യക്ഷമമായിട്ടുള്ള വിനിയോഗത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഈ സാക്ഷി. അപ്പൊ അതിലൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഈ സാക്ഷി വെബ് പോർട്ടലിലൂടെ കരാറുകാർക്ക് ഓൺലൈനായിട്ട് പണം നൽകിയത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പണം നൽകിയത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. അപ്പൊ എന്താണ് ഈ സാക്ഷി എന്ന് ചോദിച്ചാൽ MP-മാരുടെ പ്രാദേശിക ഫണ്ട് വിനിയോഗം കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലാണ് ഈ സാക്ഷി. ഈ അടുത്ത കാലത്ത് 2023 ഒക്ടോബറിൽ ഈ സാക്ഷി വെബ് പോർട്ടലിലൂടെ കരാറുകാർക്ക് ഓൺലൈനായിട്ട് തുക നൽകിയത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് KSFE പവർ? KSFE എന്ന് പറയുന്ന സ്ഥാപനം നമുക്കറിയാം, ചിട്ടി സ്ഥാപനം, സർക്കാരിന്റെ അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. അല്ലെ? KSFE പവർ എന്ന് പറയുന്നത് KSFE അടുത്ത കാലത്ത് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ്. KSFE KSFE
പവർ അല്ലെ. അവിടെ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ഒരു ചോദ്യമുണ്ട്, KSFEയുടെ ആസ്ഥാനം എവിടെയാണ്? KSFEയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. KSFEയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്താണ്? ഭദ്രത. KSFE ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്താണ്? ഭദ്രത. അപ്പോൾ തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള ഭദ്രത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KSFEയുടെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് KSFE പവർ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യത്തിലോട്ട് വരാം. എന്താണ് സോട്ടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം? ടെസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ പരിശോധിക്കാനുള്ളതാണ് അല്ലെ. എന്താണ് സോട്ടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം? സാധാരണഗതിയിൽ വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകുമ്പോഴത്തേക്കും പോലീസുകാരെ തടഞ്ഞു നിർത്തി മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഊതിക്കാറുണ്ട്. അങ്ങനെ ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്തിനാണ്? മദ്യപിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ്. പക്ഷെ ലഹരി ഉപയോഗിച്ചാൽ, ഇപ്പൊ MDMA പോലുള്ള ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ് ഊതിച്ചാലൊന്നും തിരിച്ചറിയാനായിട്ട് പറ്റൂല. അപ്പൊ ലഹരി ഉപയോഗം, അങ്ങനെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള തത്സമയ ഉമിനീർ പരിശോധനാ സംവിധാനമാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉമിനീർ പരിശോധനാ സംവിധാനമാണ് ഈ അടുത്ത കാലത്ത് പോലീസുകാർക്ക് കൈമാറിയ ഉമിനീർ പരിശോധനാ സംവിധാനമാണ് ഏത്? സോട്ടോക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ചോദ്യമാണ്, 2023 ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ്. 2023 ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ മലയാളി, അതൊരു മലയാളിക്കാണ് ലഭിച്ചത്. ആര് എന്ന് ചോദിച്ചാൽ വിഷ്ണു ഗോപാലാണ് അല്ലെ. നമുക്ക് പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ഭാഗത്ത് വയനാടൻ തീക്കറുപ്പൻ എന്തെന്ന് ചോദിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതും ചോദിക്കാനായിട്ട് പറ്റും. 2023 ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ് ലഭിച്ചത് ഒരു മലയാളിക്കാണ്. ആർക്ക് എന്ന് ചോദിച്ചാൽ അത് വിഷ്ണു ഗോപാലിനാണ് എന്ന് പറയണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം നമുക്കറിയാവുന്ന കാര്യമാണ്. കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത് 1930 അല്ലെ. കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത് 1930 പ്രത്യേകിച്ചും കഥകളിയുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാണ്. വള്ളത്തോളായിരുന്നു അതിൻ്റെ ഈ പറഞ്ഞ സ്ഥാപകൻ എന്നൊക്കെ നമുക്കറിയാം. കേരള കലാമണ്ഡലം 1930 സ്ഥാപിക്കപ്പെട്ടു. ഏത് ജില്ലയിലാണ് കേരള കലാമണ്ഡലം? കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കേരള കലാമണ്ഡലം എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏത് നദിയുടെ തീരത്താണ്? തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്താണ് അല്ലെ. പെരിയാർ എന്ന് പറയത്തില്ലല്ലോ, പെരിയാർ തൃശ്ശൂർ ജില്ലയിൽ കൂടി ഒഴുകുന്നില്ല. അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു എന്താണ് ഈ കേന്ദ്രമാണ് ഏത്? കേരള കലാമണ്ഡലം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊരു ഡീംഡ് സർവകലാശാല കൂടിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു കൽപ്പിത സർവകലാശാലയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള കലാമണ്ഡലം. ഇപ്പൊ കേരള കലാമണ്ഡലം എങ്ങനെയാണ് 2023 ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വരുന്നത്? കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ആയിട്ട് ഈ അടുത്ത കാലത്ത് ഒരാൾ നിയമിക്കപ്പെട്ടു. ഡോക്ടർ ബി അനന്തകൃഷ്ണ. ഡോക്ടർ ബി അനന്തകൃഷ്ണ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ഏതിന്റെ വൈസ് ചാൻസലർ ആണ് എന്ന് ചോദിച്ചാൽ കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ ബി അനന്തകൃഷ്ണ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. മലയാളത്തിലെ ഒരു നടൻ, മലയാളത്തിലെ ഒരു നടനോടുള്ള ആദര സൂചകമായിട്ട് ഒരു രാജ്യം 2023 ഒക്ടോബറിൽ സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു അല്ലെ. ഒരു ചെറിയ കൗതുകം അതിനകത്ത് തോന്നുന്നുണ്ട്. മലയാളത്തിലെ ഒരു നടനോടുള്ള ആദര സൂചകമായിട്ട് ഒരു രാജ്യം 2023 സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, സാറേ ഏത് നടനോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടി എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ, അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഒരു രാജ്യം 2023 സ്റ്റാമ്പ് പ്രകാശനം ചെയ്തത്. സാർ എന്നിട്ടും ഏത് രാജ്യമെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഏതാണ് രാജ്യമെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയാണ്. അപ്പോൾ മലയാളത്തിലെ ഏത് നടനോടുള്ള ആദര സൂചകമായിട്ടാണ് 2023 ഒക്ടോബറിൽ ഏത് ഓസ്ട്രേലിയ എന്ത് ചെയ്ത് സ്റ്റാമ്പ് പ്രകാശനം ചെയ്തതെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ന് പറയണം. അത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം.
നമ്മുടെ സംസ്ഥാനത്തെ ഭരണഭാഷ ഏതാണ് എന്ന് നമുക്കറിയാം. ഭരണഭാഷ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? അത് മലയാളമാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരമുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ടാണ് ആ പുരസ്കാരം നൽകുന്നത്. സംസ്ഥാന സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ടാണ് ആ പുരസ്കാരം ഉള്ളത്. അപ്പൊ ഭരണഭാഷാ പുരസ്കാരം 2023 കേരള സംസ്ഥാന സർക്കാരിന്റെ ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത് ഏത് ജില്ലക്കാണ് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലക്കാണ് അല്ലെ. മലപ്പുറം ജില്ലക്കാണ്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിന്റെ 2023 ഭരണഭാഷാ പുരസ്കാരം നേടിയത് ഏത് ജില്ലയാണ് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അവിടെ വേറൊരു കാര്യം കൂടി ഓർത്താക്കൊള്ളാം. 2023 OV വിജയൻ സാഹിത്യ പുരസ്കാരം. OV വിജയൻ ആരെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മലയാളത്തിലെ വളരെ പ്രസിദ്ധനായുള്ള സാഹിത്യകാരനാണ്. OV വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകമൊക്കെ അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ് അല്ലെ. ഗുരുസാഗരം പോലുള്ള കൃതികളൊക്കെ രചിച്ചിട്ടുള്ളത് OV വിജയനാണ്. അപ്പൊ 2023 OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ PF മാത്യൂസ് എന്ന് പറയുന്ന ആൾക്കാണ്. നല്ല ഒരു ചോദ്യമാണ്. PF മാത്യൂസ് ചോയ്സുകളിൽ പരീക്ഷയ്ക്കുണ്ടാവും ഇനി വരുന്ന പരീക്ഷകൾക്ക്. അപ്പൊ PF മാത്യൂസിനാണ് 2023 OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു കഥാസമാഹാരത്തിനാണ്. OV വിജയൻ സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് PF മാത്യൂസിന്റെ കഥാസമാഹാരത്തിനാണ്. ആ കഥാസമാഹാരത്തിന്റെ പേരാണ് മുഴക്കം. അപ്പോൾ 2023 OV വിജയൻ സാഹിത്യ പുരസ്കാരം നേടിയ മുഴക്കം എന്ന കഥാസമാഹാരം രചിച്ചതാര് എന്നും ചോദിക്കാമല്ലോ. ആരാണ്? PF മാത്യൂസ്. അപ്പോൾ PF മാത്യൂസ് എന്നുള്ളത് ഓർക്കുക. മുഴക്കം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥാസമാഹാരത്തെ കുറിച്ച് ഓർക്കുക. 2023 OV വിജയൻ സാഹിത്യ പുരസ്കാരം. ഇനി അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ അല്ലെ. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. നമുക്ക് അതൊരു ആത്മകഥയുടെ പേരാണ്. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. നല്ല വേഡിങ് ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാവും. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു സാഹിത്യകാരന്റെ ആത്മകഥയാണ്. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ആരുടെ ആത്മകഥയാണ്? ഏത് സാഹിത്യകാരന്റെ ആത്മകഥയാണ്? ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ഏത് സാഹിത്യകാരന്റെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ സേതു എന്ന സാഹിത്യകാരന്റെ ആത്മകഥയാണ്. പാണ്ഡവപുരം എന്ന് പറയുന്ന ഒരു കൃതി നിങ്ങൾ കേട്ട് കാണും. സേതുവിന്റെ വളരെ പ്രസിദ്ധമായുള്ള ഒരു രചനയാണ് പാണ്ഡവപുരം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പാണ്ഡവപുരം എന്ന കൃതി രചിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുമുണ്ട്. ആരാണ്? സേതുവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നുള്ളത് ഓർക്കുക. അത് പറയുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന വേറൊരു സാഹിത്യകാരന്റെ ആത്മകഥയുണ്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത്. ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം. വേറൊരു ക്ലാസ്സിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നതും ഒരു ആത്മകഥയാണ്. ഏത് സാഹിത്യകാരന്റെ ആത്മകഥ എന്ന് ചോദിച്ചാൽ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ഇവിടെ ഇപ്പോൾ ആ കാര്യം വീണ്ടും പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 47ാമത് വയലാർ പുരസ്കാരം 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയ്ക്കാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് സേതുവിന്റെ ആത്മകഥയാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ്. 47ാമത് വയലാർ പുരസ്കാരം 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു ഏതാണ്? OV വിജയൻ സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് PF മാത്യൂസിന്റെ മുഴക്കം എന്ന് പറയുന്ന കഥാസമാഹാരത്തിനാണ്. ഇനി അതുപോലെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് 2023 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസ്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ല. പക്ഷെ കഴിഞ്ഞ തവണത്തെ LDC പ്രിലിംസ് പരീക്ഷ നടന്നപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു മുഴുക്കയും ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു. ആരും അന്ന് ഉത്തരം എഴുതിയില്ല. ആ ഭാഗത്ത് അന്ന് കറണ്ട് അഫയേഴ്സ് വളരെ പ്രയാസമുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചു വയ്ക്കുക. 2023 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസ്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ വേറെയുണ്ട്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അത് വേറെയുണ്ട്. അത് പിന്നീട് പറയാം. അപ്പോൾ 2023 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ
ലോസ് ഏഞ്ചൽസിൽ മികച്ച ചിത്രത്തിലുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ ആട്ടം എന്ന് പറയുന്ന സിനിമയാണ്. നിങ്ങൾ ചെവിയിൽ കുറിച്ച് വെച്ചോ. ഈ പറഞ്ഞ ചോദ്യം അല്ലെങ്കിൽ ഈ ആട്ടം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വരാൻ പോകുന്ന ചോദ്യപേപ്പറുകളിൽ ഉണ്ടായിരിക്കും. അതിങ്ങനെയായിരിക്കും: ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ഓർത്തു വെക്കണം. ഇനിയുള്ള പരീക്ഷകളിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആനന്ദ് ഏകർഷി. ആട്ടം എന്ന് പറയുന്ന സിനിമ മലയാള ചിത്രമാണ്. സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ആനന്ദ് ഏകർഷി, അല്ലെ? അപ്പൊ അത് ശ്രദ്ധിക്കണം. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ അങ്ങനെയുള്ള സിനിമ ശ്രദ്ധിക്കണം. ഇപ്പൊ നേരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മലൈക്കോട്ട് വാലിബൻ അതുപോലെയുള്ള കാര്യങ്ങളല്ല, പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ ആട്ടം എന്ന് പറയുന്ന എന്താണ് മലയാള ചലച്ചിത്രം, അതിന്റെ സംവിധായകനാണ് ആനന്ദ് ഏകർഷി എന്നുള്ളത് ഓർക്കുക. അപ്പൊ 2023 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയ മലയാള ചലച്ചിത്രമാണ് ആട്ടം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം കൂടി ഇതേ കാര്യം ഉത്തരം വരത്തക്ക വിധത്തിൽ ചോദിക്കാനായിട്ട് പറ്റും. 2023 54ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അന്താരാഷ്ട്ര ചലച്ചിത്രമേള, ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള. ആ ചലച്ചിത്ര മേളയിലെ ഉദ്ഘാടന ചലച്ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ആട്ടം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ചിത്രമായ ആട്ടമാണ് 54ാമത് 2023 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഉദ്ഘാടന ചലച്ചിത്രം എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അതിന്റെ ഈ പറഞ്ഞ അത് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഗോവയിൽ വെച്ചിട്ടാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഗോവയിൽ വെച്ചിട്ടാണ് എന്നുകൂടി ഓർക്കുക. അപ്പൊ അവിടുത്തെ ഉദ്ഘാടന ചലച്ചിത്രം കൂടിയായിരുന്നു ആട്ടം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്. 65ാമത് കേരള സ്കൂൾ കായികോത്സവം, 65ാമത് കേരള സ്കൂൾ കായികോത്സവം. അപ്പൊ അവിടെ കായികോത്സവം എന്നാണ്. കലോത്സവമുണ്ട്, കായികോത്സവമുണ്ട്, ശാസ്ത്രോത്സവമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവരുത്. ഇതിപ്പോ പറയുന്നത് കായികോത്സവമാണ്. 65ാമത് കേരള സ്കൂൾ കായികോത്സവം 2023 നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ കുന്നംകുളത്ത് വെച്ചിട്ടാണ്. കുന്നംകുളം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ല. 65ാമത് കേരള സ്കൂൾ കായികോത്സവത്തിന്റെ വേദി കുന്നംകുളമായിരുന്നു, തൃശ്ശൂരിലെ കുന്നംകുളമായിരുന്നു. കായികോത്സവത്തില് കിരീടം നേടിയത് ഏത് ഈ പറഞ്ഞ ജില്ല എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയാണ്. എപ്പോഴും കായികോത്സവത്തിൽ മികവ് കാണിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടെ നല്ല ഈ പറഞ്ഞ സ്പോർട്സ് സ്കൂളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് 65ാമത് കേരള സ്കൂൾ കായികോത്സവം നടന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ്. കായികോത്സവത്തിലെ കിരീട ജേതാക്കളായത് പാലക്കാട് ജില്ലയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോണം. ഈയിടെ ചെസ് ലോകത്തെ എലീറ്റ് ക്ലബിൽ ഇടം പിടിച്ച മലയാളി ചെസ് താരം, അല്ലെ, നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്, നിഹാൽ സരിൻ വളർന്നു വരുന്ന മലയാള ഈ പറഞ്ഞ ചെസ് കൗമാര താരമാണ് നിഹാൽ സരിൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നിഹാൽ സരിൻ. അപ്പൊ ഈയിടെ അതായത് 2023 ചെസ് ലോകത്തെ എലീറ്റ് ക്ലബിൽ ഇടം പിടിച്ച മലയാളി ചെസ് താരമാരെന്ന് ചോദിച്ചാൽ നിഹാൽ സരിൻ. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്: നിഹാൽ സരിൻ താഴെ തന്നിരിക്കുന്ന ഏത് മേഖലയിൽ പ്രശസ്തനായുള്ള കൗമാര താരമാണ് എന്ന് ചോദിച്ചാൽ ചെസ് ലോകത്ത് അറിയപ്പെടുന്ന കൗമാര താരമാണ് ആര്? നിഹാൽ സരിൻ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 2023 ഡീംഡ് സർവകലാശാല, കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഏജൻസിയാണ് NCERT എന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? 2023 കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വിദ്യാഭ്യാസ ഏജൻസിയാണ് NCERT എന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? അപ്പൊ ആ NCERTയുടെ പാഠപുസ്തക പരിഷ്കരണ സമിതിയുണ്ട്. NCERTയുടെ പാഠപുസ്തക പരിഷ്കരണ സമിതി, പാഠപുസ്തകങ്ങളൊക്കെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാക്കിയിരുന്നു. ആ പാഠപുസ്തക പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനായിരുന്നത് ഒരു മലയാളിയാണ്. NCERTയുടെ പാഠപുസ്തക പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനായിരുന്നത് ഒരു മലയാളിയാണ്. ആരെ എന്ന് ചോദിച്ചാൽ പ്രൊഫസർ CI ഐസക് ആണ്. പ്രൊഫസർ CI ഐസക്. അപ്പൊ NCERTയുടെ പാഠപുസ്തക പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന മലയാളി ആര് എന്ന് ചോദിച്ചാൽ പ്രൊഫസർ CI ഐസക് ആണ്. എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടു
ഇന്ത്യ എന്നുള്ള പേരിന് പകരം ഭാരതം എന്നുള്ള പേര് ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വിവാദങ്ങളും ഒക്കെ കേട്ടതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ പാഠപുസ്തക പരിഷ്കരണ സമിതി പറഞ്ഞ ഒരു നിർദ്ദേശം കൂടിയാണത്. അതായത് പാഠപുസ്തകങ്ങളിൽ ഇന്ത്യ എന്നുള്ള പേരിന് പകരം ഭാരതം എന്നാക്കണം എന്ന് നിർദ്ദേശിച്ച ഈ പറഞ്ഞ സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് ആര്? CA ഐസക്. അപ്പോൾ NCERTയുടെ പാഠപുസ്തക പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷൻ ആയിരുന്നു CA ഐസക്. ഈ പാഠപുസ്തക പരിഷ്കരണ സമിതി ഇന്ത്യ എന്നുള്ള പേരിന് പകരം ഭാരതം എന്ന് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചു എന്ന കാര്യം കൂടി അവിടെ ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചത് കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളാണ്. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും വിട്ടുകളയാതെ പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.